നമസ്കാരം. ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെ നടപടി ആരംഭിച്ച് അധികാരികൾ. ഇതുവരെ 538 നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായാണ് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരൈലിൻ ലീവിറ്റ് പറയുന്നത്. ട്രംപ് ഭരണകൂടം 538 നിയമവിരുദ്ധ കുടിയേറ്റക്കാരായ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്തു. ഇതിൽ തീവ്രവാദികളെന്ന് സംശയിക്കപ്പെടുന്നയാളും ക്രിമിനൽ ഓർഗനൈസേഷനായ ട്രെൻഡി അരൊഗ്വ ഗ്യാങ്ങിലെ 4 അംഗങ്ങളും പ്രായപൂർത്തിയല്ലാത്തവർക്ക് നേരെ ലൈംഗിക അതിക്രമങ്ങൾ നടത്തിയവരും ഉൾപ്പെടുന്നു എന്നായിരുന്നു ലീവിറ്റ് പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നത്. കൂടാതെ നിരവധി അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനം വഴി കയറ്റിവിട്ടിട്ടുണ്ട് എന്നും അവർ അറിയിക്കുന്നു. ട്രംപ് വാഗ്ദാനം ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പുരോഗമിക്കുകയാണ് എന്നും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും അവർ പറഞ്ഞു. അതേസമയം അറസ്റ്റ് ഭീഷണിയുള്ളതിനാൽ കാലിഫോർണിയ, ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിക്കെത്തിയില്ല എന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അമേരിക്കയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും അനധികൃത കുടിയേറ്റക്കാരാണ് എന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എന്തായാലും ട്രംപ് സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം തന്റെ നയങ്ങളിൽ അണുവിട വ്യത്യാസമില്ലാതെ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇതിൽ ഏറ്റവും ആദ്യമായി കുടിയേറ്റക്കാരെ നാടുകടത്താനുള്ള നടപടിയാണ് ട്രംപ് കൈക്കൊണ്ടത്. അത് ഇപ്പോൾ കർശനമാക്കിയിരിക്കുകയാണ്.